നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗം 2 മിനിറ്റിൽ ഗവർണർ അവസാനിപ്പിച്ചു. അവസാനത്തെ ഖണ്ഡിക മാത്രമാണ് അദ്ദേഹം വായിച്ചത്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഗവർണർ തൻ്റെ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയാക്കി ഗവർണർ രാജ്ഭവനിലേക്ക് യാത്ര തിരിക്കുകയാണ്. നിയമസഭയ്ക്ക് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ നയം, ആ നയപ്രഖ്യാപനം ഗവർണർ ഏത് രീതിയിലായിരിക്കും നിയമസഭയ്ക്കുള്ളിൽ വായിക്കുക എന്നതാണ് രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയത്. അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തൻ്റെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളെ അദ്ദേഹം കൃത്യമായ രീതിയിൽ എതിർക്കുകയാണ്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയായിരിക്കും താൻ എന്നും സ്വീകരിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കേവലം 2 മിനിറ്റിൽ അദ്ദേഹം തൻ്റെ നയം വ്യക്തമാക്കി കഴിഞ്ഞു. രാജ്ഭവനിലേക്ക് അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ ഗവർണർ ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം രാജ്ഭവനിലേക്ക് യാത്ര തിരിക്കുകയാണ്. നാടകീയമായ ഒരു നയപ്രഖ്യാപനം, നാടകീയ രംഗങ്ങൾക്ക് തന്നെയാണ് നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ നയം, നയപ്രഖ്യാപന പ്രസംഗം ഏത് രീതിയിലായിരിക്കും ഗവർണർ സഭയിൽ വായിക്കുക, സഭാ സമ്മേളനത്തിൽ വായിക്കുക എന്നതാണ് രാഷ്ട്രീയ കേരള പൊതുസമൂഹവും ഏറെ ഗൗരവത്തോടെ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നത്. അതേസമയം തന്നെ കേവലം 2 മിനിറ്റിൽ ഗവർണർ തൻ്റെ നയം വ്യക്തമാക്കി കഴിഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉന്നയിച്ചത് എന്നതാണ് ശ്രദ്ധേയം. സംസ്ഥാന സർക്കാരിൻ്റെ നയവുമായി ബന്ധപ്പെട്ട് ആ നയത്തിൽ സ്വാഭാവികമായും ഉണ്ടാകാനിരുന്ന കേന്ദ്ര സർക്കാരിനുള്ള വിയോജിപ്പ് അദ്ദേഹം ഏത് രീതിയിലായിരിക്കും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിക്കുക, ഉദ്ധരിക്കുക എന്ന രാഷ്ട്രീയ കേരളത്തിൻ്റെ കൃത്യമായ ചോദ്യത്തിലുള്ള വളരെ വ്യക്തമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. താൻ ഒരിക്കലും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കൂട്ടുനിൽക്കില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള നയങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും ഒരു നയപ്രഖ്യാപനത്തിലുണ്ടാവുക. അത് താൻ വായിക്കുന്നില്ല. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചില വാക്കുകൾ മാത്രമാണ് അദ്ദേഹം ഉദ്ധരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. കേവലം 2 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. ഒപ്പം മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കാനും തയ്യാറായിരുന്നില്ല. ഗവർണറെ യാത്രയാക്കാനും മുഖ്യമന്ത്രി സ്പീക്കറും എത്തിയിരുന്നു. നേരത്തെ ഗവർണർ സഭാ കവാടത്തിലെത്തിയപ്പോൾ ഗാർഡ് ഓഫ് ഓണർ നേരെ സ്വീകരിക്കുകയും പിന്നീട് ഔദ്യോഗികമായ സ്വീകരണം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. അപ്പോഴും ശരീരഭാഷ കൊണ്ട് തൻ്റെ വിയോജിപ്പ് ഗവർണർ കൃത്യമായ രീതിയിൽ പ്രകടിപ്പിച്ചു എന്നതും ശ്രദ്ധേയമാണ്. MK വിനോദ് ശരിയാണ്. വിനോദ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് തരത്തിലായിരിക്കും നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ വായിക്കുക, അതിനോടുള്ള പ്രതികരണം എന്തായിരിക്കുമെന്ന് രാഷ്ട്രീയ കേരളം മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നാകെ ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൃത്യമായി തൻ്റെ നിലപാട് എന്താണ് എന്ന് ഗവർണർ ഒരിക്കൽ കൂടി ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു അല്ലേ? ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിച്ച കാര്യം, ഈ പ്രസംഗത്തിന്റെ ഏറ്റവും എല്ലാവർക്കും ആശംസ നേരുന്ന അവസാന പാടില്ല ആ നയപ്രഖ്യാപന പ്രസംഗത്തിന് അവസാനം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പാടില്ല ഗവർണർ മടങ്ങിയത്. നമുക്കറിയാം, ഗവർണറെ സ്വീകരിക്കാൻ നിന്ന മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും ബൊക്ക വാങ്ങിയതല്ലാതെ മുഖ്യമന്ത്രി മുമ്പിലേക്ക് നീട്ടിയ കൈ പോലും കൊടുക്കാതെ, ഹസ്തദാനം പോലും നൽകാതെയാണ് ഗവർണർ നിയമസഭയ്ക്കുള്ളിലേക്ക് കടന്നുപോയത്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലെല്ലാം സർക്കാരിനോടുള്ള വിയോജിപ്പ് വളരെ പ്രകടമായിരുന്നു. ഇപ്പോൾ നിയമസഭയിൽ വന്ന് കൃത്യമായി അവസാനത്തെ ഒരു പാരഗ്രാഫ് മാത്രം എല്ലാ സാമാജികർക്കും നന്ദിയും ആശംസയും പുതുവർഷത്തിന്റെ ആശംസകളും ഒക്കെ നേർന്നുകൊണ്ട് അദ്ദേഹം 1 മിനിറ്റ് 17 സെക്കൻഡ് മാത്രം സംസാരിച്ച് വളരെ പെട്ടെന്ന് തിരികെ മടങ്ങി. അദ്ദേഹത്തെ യാത്രയാക്കാനും സ്പീക്കറും മുഖ്യമന്ത്രിയൊക്കെ എത്തിയിരുന്നു. മാധ്യമങ്ങൾ ഗവർണറുടെ പ്രതികരണം പ്രതീക്ഷിച്ചു. പക്ഷേ
ആരോടും ഒന്നും പ്രതികരിക്കാതെ തൊഴുകയോടുകൂടി തന്റെ വാഹനത്തിൽ കയറി ഗവർണർ രാജ്ഭവനിലേക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കെ പി അഭിനന്ദ് പറഞ്ഞതുപോലെ തന്നെ അതായത് കൃത്യമായ രീതിയിൽ തന്റെ നിലപാട് ഗവർണർ വ്യക്തമാക്കി കഴിഞ്ഞു. താൻ ഒരു ഇഞ്ച് പോലും അഴിമതിയോടും സുജനപക്ഷപാതത്തോടും സന്ധിയില്ല എന്നുള്ള കൃത്യമായ നയം തന്നെയാണ് ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തമാക്കിയതല്ലേ. സർക്കാർ എഴുതി കൊടുത്ത സർക്കാരിൻ്റെ നയവുമായി ബന്ധപ്പെട്ട ആ വാക്കുകളിൽ നിന്ന് ഉദ്ധരിക്കാതെ കേവലം അവസാനത്തെ ഖണ്ഡിക മാത്രം ഉദ്ധരിച്ചുകൊണ്ട് 2 മിനിറ്റിലാണ് അദ്ദേഹം നയപ്രഖ്യാപനം നടത്തിയത്. അതായത് തൻ്റെ നയം ഗവർണർ എന്ന രീതിയിലുള്ള തൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടുകൾക്കെതിരെയുള്ള ധീരമായ നയം തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചിപ്പോൾ പ്രഖ്യാപിച്ചതല്ലേ. ശക്തമായ സർക്കാരിനോടുള്ള വിയോജിപ്പ് തന്നെയാണ് ഇവിടെ ഗവർണർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗവർണർ എഴുതി കൊടുത്ത പ്രസംഗം അങ്ങനെയൊന്നും വായിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാനെ കിട്ടില്ല എന്നതിന്റെ വ്യക്തമായ സൂചന. കാരണം ആരിഫ് മുഹമ്മദ് ഖാനെ കിട്ടില്ല എന്നതിന്റെ വ്യക്തമായ സൂചന. കാരണം നയപ്രഖ്യാപനത്തിലെ ഒരു കാര്യം പോലും അദ്ദേഹം വായിച്ചില്ല. നയപ്രഖ്യാപനത്തിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങൾ, സംസ്ഥാനത്തെ ധനസ്ഥിതിയിൽ ഈ ഒരു സ്ഥിതി ഉണ്ടാകാൻ കേന്ദ്ര സർക്കാരാണ് കാരണമെന്ന് പറയുന്ന ഭാഗങ്ങൾ, ഇവിടുത്തെ ക്രമസമാധാന നില എല്ലാം ഭദ്രമാണെന്ന് പറയുന്ന ഭാഗങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനമാകാം സർക്കാർ കൊടുത്തത്. പക്ഷേ ഇത് വായിക്കാൻ ഗവർണർ തയ്യാറായില്ല. ഈ തനിക്ക് തന്ന പ്രസംഗത്തിന്റെ അവസാന ഖണ്ഡിക മാത്രം അദ്ദേഹം ഈ ചട്ടമനുസരിച്ച് ഈ നയപ്രഖ്യാപനം നടത്തുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അവസാനത്തെ പാരഗ്രാഫ് മാത്രം, എല്ലാവർക്കും ആശംസകൾ നേരുന്ന പാരഗ്രാഫ് മാത്രം വായിച്ച് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ച സഭയിൽ നിന്നും തൊഴുകയോടെ മടങ്ങി. ആ സമയത്ത് മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണൻ ചേർന്ന് അദ്ദേഹത്തെ യാത്രയാക്കുന്നതിന് വേണ്ടി വന്നു. അവിടെ അവരെ ഒന്നും പ്രത്യേകം മൈൻഡ് ചെയ്യാതെ അദ്ദേഹം തൻ്റെ വാഹനത്തിലേക്ക് കയറി. മാധ്യമപ്രവർത്തകർ ഗവർണറുടെ പ്രതികരണം പ്രതീക്ഷിച്ചതാണ്. കാരണം ഗവർണർ ഇത്തരം കാര്യങ്ങൾ ശക്തമായി പ്രതികരിക്കുന്ന സഭാ നടപടികൾ അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്കാണ് സഭാ നടപടികൾ ചേരുക. അതായത് ഗവർണർ തന്റെ നിലപാട് വ്യക്തമാക്കി നയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി പ്രതിപക്ഷത്തിന്റെ ഊഴമാണ്. പ്രതിപക്ഷം ഏത് തരത്തിലായിരിക്കും സഭയിൽ പെരുമാറുക, ഇടപെടൽ നടത്തുക, സർക്കാരിന്റെ ജനദ്രോഹപരമായ നയങ്ങൾക്കെതിരെ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് അല്ലേ. തീർച്ചയായും ഇവിടെ ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താതെ പോയത് സർക്കാരിനേറ്റ വലിയ അടി തന്നെയാണ്. കാരണം ഈ ഗവർണറെ കൊണ്ട് സർക്കാർ ഗംഭീരമാണ് എന്ന് വായിപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. പ്രത്യേകിച്ചും സഭാ ചട്ടങ്ങൾ അനുശാസിക്കുന്ന നിലയിൽ ഗവർണറെ നിയമസഭയിൽ എത്തിച്ച് സർക്കാരിൻ്റെ പ്രവർത്തനമെല്ലാം ഗംഭീരം എന്ന് വായിപ്പിക്കാൻ ഉള്ള ഒരു അവസരമായി ഇതിനെ സർക്കാർ ഉപയോഗിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഗവർണർ അതിനെ ഗംഭീരമായി വെട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. ഗവർണർ തൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹം സഭയിലെത്തി. സഭാ കവാടത്തിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യ മന്ത്രി കെ രാധാകൃഷ്ണനും ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഔദ്യോഗികമായി അവരുടെ ബൊക്കകളൊക്കെ വാങ്ങി. പക്ഷേ മുഖ്യമന്ത്രി മുമ്പിലേക്ക് കൈ നീട്ടിയെങ്കിലും മുഖ്യമന്ത്രിക്ക് കൈ പോലും കൊടുക്കാതെ ഗവർണർ വളരെ ചടുലമായി സഭാമന്ദിരത്തിനുള്ളിലേക്ക് കടന്നു ചെന്നതിന് ശേഷം അദ്ദേഹത്തെ നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ വേണ്ടി സ്പീക്കർ ക്ഷണിച്ച സമയത്ത് അവിടെ എഴുന്നേറ്റ് നിന്ന അദ്ദേഹത്തിന് എഴുതി നൽകിയ ആ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന പാരഗ്രാഫ്, നമ്മൾക്കറിയാം ഒരു പ്രസംഗം ഏത് നിലയിലാണ് അവസാനിപ്പിക്കുക. ഈ സഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും പുതുവത്സര ആശംസകൾ തുടങ്ങിയ ആശംസകൾ മാത്രം എല്ലാവരെയും അറിയിച്ച് തൻ്റെ പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്തി തൊഴുകയോടുകൂടി അദ്ദേഹം മടങ്ങിപ്പോകുന്നു. സഭാ സമ്മേളനത്തിൽ ഇത്രയും ചുരുക്കത്തിൽ പ്രസംഗം വായിച്ച ഒരു ഗവർണറെ കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം 1 മിനിറ്റ് 17 സെക്കൻഡ് കൊണ്ട് നയപ്രഖ്യാപനം അവസാനിപ്പിച്ച് സർക്കാരിനോടുള്ള തൻ്റെ എല്ലാ പ്രതിഷേധങ്ങളും രേഖപ്പെടുത്തി അദ്ദേഹം സഭയിൽ നിന്ന് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹം വായിച്ച ഭാഗം, അതിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: മനുഷ്യന്റെ അന്തസ്സ്, സാമൂഹ്യനീതി, സമത്വം തുടങ്ങിയ ഭരണഘടനാ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ അനുകമ്പാർദ്രമായ ക്ഷേമരാഷ്ട്രത്തിൻ്റെയും അതിൻ്റെ പരിപൂർണത ശേഷിയിലേക്ക് വികാസം പ്രാപിക്കുന്നതിനായി ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന സമൂഹത്തിൻ്റെയും ആവശ്യങ്ങൾക്കും അപ്പുറത്തേക്കാണ് കേരളത്തിൻ്റെ വികസന പ്രയാണം. നമ്മുടെ വികസന കാഴ്ചപ്പാടിൻ്റെ നൂലിഴകളിൽ സഹാനുഭൂതിയും കരുതലും ഇഴചേർന്നിരിക്കുന്ന ഒരു സമൂഹത്തെ പരിപോഷിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാക്കുന്നതിനും അപ്പുറത്തേക്ക് നമ്മൾ നീങ്ങിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം വായിച്ചത്. നമ്മുടെ പന്ഥാവിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമഗ്രമായ വളർച്ചയുടെയും ഉത്തരവാദിത്തമുള്ള പ്രതിരോധ ശേഷിയുടെയും
വർണ്ണകമ്പളം നെയ്തെടുക്കാം എന്ന് പറയുന്ന അവസാന ഭാഗം വായിച്ച് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ് ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. സർക്കാരിന്റെ നേട്ടങ്ങളൊന്നും അദ്ദേഹം വായിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. KP. ഇതിലും സർക്കാരിനെതിരെ നിലപാട് ഘടിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗം 2 മിനിറ്റിൽ അവസാനിപ്പിച്ച് ഗവർണർ മടങ്ങിക്കഴിഞ്ഞു. അവസാന പേജ് മാത്രമാണ് ഗവർണർ വായിച്ചത്. സഭാ നടപടികൾ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്.